ഹായ് ഫ്രണ്ട്സ്, നമ്മളന്ന് അസർബൈജാനിൽ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം നമ്മൾ ടൂർ പോണത് ഓൾഡ് സിറ്റിയിലോട്ടാണ് പോണത്. ഓൾഡ് സിറ്റി എന്ന് പറയുന്നത് സിറ്റിക്കുള്ളൊരു സിറ്റി ആണ്. ഓൾഡ് സിറ്റി എന്ന് പറഞ്ഞാൽ ഇത് പണ്ട് ഇച്ചിരി ഷെഹർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ഓൾഡ് സിറ്റിക്കുള്ളിൽ ചുറ്റും മതിൽ കൊണ്ട് ഇങ്ങനെ സംരക്ഷിച്ച് വെച്ചേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ മദ്രസകൾ, മസ്ജിദുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. പണ്ടേ തന്നെ കാസ്പിയൻ സീയുടെ പടിഞ്ഞാറ് വശമായിട്ട് സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കാസ്പിയൻ സീയുടെ സൈഡിൽ തന്നെയായിട്ടാണ് നമ്മുടെ എണ്ണപ്പാടങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എണ്ണപ്പാടങ്ങളിൽ വാണിജ്യ പ്രാധാന്യമുള്ള പല സംഭവങ്ങളുള്ളതിൻ്റെ പേരിൽ എതിരാളികളിൽ നിന്ന് വളരെയധികം ആക്രമണം നേരിടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ പേരിൽ ആ ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിറ്റിയെ മൊത്തത്തിൽ അവർ വലിയ മതിൽ കൊണ്ട് നിർമ്മിച്ചിട്ട് സംരക്ഷിച്ച് നിർത്തിയിട്ടുള്ളത്. ഇതാണ് നമ്മൾ കയറി വന്ന എൻട്രൻസ്. നമുക്ക് ഇവിടെ കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടോ, ഇതിൻ്റെ ഉള്ളെല്ലാം തന്നെ ആ വലിയ വാളാണ് കാണുന്നത്. ഇതിൻ്റെ ഉള്ളെല്ലാം തന്നെ അതെ ഇഷ്ടംപോലെ നമ്മുടെ പാർപ്പിട സമുച്ചയങ്ങളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഉള്ളോട്ട് നമ്മൾ കയറി നോക്കാം. ഇവിടെ വണ്ടികളും നമുക്ക് നടക്കാനുള്ള വഴിയൊക്കെ തിരിച്ച് പാർക്ക് ചെയ്യാനുള്ള സംവിധാനമൊക്കെ തിരിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥ നല്ല തണുപ്പുണ്ട് ഇപ്പം. ഇത് ഇവിടെയുള്ളൊരു ഫോട്ടോ ഷൂട്ടിംഗ് പ്ലേസ് ആണ്. ഇവിടെ നമുക്കൊരു ക്യാറ്റിനെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഇതേ ആൾക്കാർ ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടാ. ഇവിടെ നമുക്കൊരു പല പല ശീലയിൽ പല കളറിങ് ആയിട്ടുള്ള പല സംഭവങ്ങൾ കാണാം. ഇതൊരു പൂച്ചയുടെ കണ്ണ് പോലെ നമുക്ക് കാണാൻ പറ്റും. പൂച്ചയല്ല, സത്യം പറഞ്ഞാൽ ലയനാണ്. അവിടെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ലയൻ എന്നുള്ളതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതാ ഇവിടെ ഇങ്ങനെ ദ ട്രിനിറ്റി ദ ലയൺ ഡെഡിക്കേറ്റഡ് ഓൺ ദ വാൾ ഡു നോട്ട്, അങ്ങനെ ഒരു വാളില് ലയൻ്റെ ഇത് ശിലാസനം സ്ഥാപിച്ചിട്ട് കാണുന്നത്. നമുക്കിത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇതാ ഇവിടെ മരത്തിൻ്റെയൊക്കെ നമുക്ക് ഇതാണോ, മരത്തിലൊക്കെ ഇതേപോലെ ഇഷ്ടം പോലെ ചിത്രങ്ങൾ വരച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഒരു മരത്തിന്മേലെ ഒരു രൂപം വരച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. നമ്മൾ മരത്തിൻ്റെ അവിടെ മാത്രമല്ല, ഈ ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും രൂപം വരച്ചിട്ടുണ്ട്. കുറച്ച് അകലെ നിന്ന് കുറച്ച് വ്യക്തമായിട്ട് കാണാൻ പറ്റും. വളരെ ഭംഗിയായിട്ടാണ്. ഇത് കണ്ടോ, വളരെ ഭംഗിയായിട്ട് സംഭവം സെറ്റാണ്. ഒരു നെറ്റാണ് ഇവിടെയൊക്കെ വെച്ചത്, ഒരു ഹെയറിനോട് നെറ്റ് വെച്ചേക്കാണ്. ഇത് ഫാൻ്റെ ലീഫൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യണത്. നമ്മുടെ ഫ്ലവറാണ്, ഫ്ലവറല്ല, ഫാൻ്റെ ലീഫാണ്, പഴയ ഫാൻ്റെ ലീഫാണ് ഈ വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു നമ്മുടെ മെഷ് നെറ്റ് വെച്ചിരിക്കുന്നു. വളരെ ഭംഗിയായിട്ട് കളർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പണ്ട് ഓൾഡ് സിറ്റിയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ഓൾഡ് സിറ്റി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പീരങ്കിയൊക്കെ സെറ്റ് ചെയ്യുന്ന പ്ലേസാണ് കാണാൻ. നമുക്ക് അവിടെയൊക്കെ കാണാൻ പറ്റും. പീരങ്കിയൊക്കെ പലതും സെറ്റ് വെച്ചിട്ടുണ്ടോ. ഇതാ ഇവിടെയും പീരങ്കികൾ. ഇത് ഒറിജിനൽ അല്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ പൗരാണികതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗൈഡ് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നത് പൗരാണികമായ ഒരു ഇതുള്ളത് ആണെന്ന് എനിക്ക് തോന്നണം. പഴയ ഒരു ഇത് തന്നെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ ഓൾഡ് സിറ്റിയിൽ വന്ന സമയത്ത് ഇതാ ഇവിടെ നമുക്ക് ഇവിടെ പല ഷൂട്ടിങ്ങുകളൊക്കെ കാണാൻ പറ്റും. കണ്ടോ, ആൾക്കാരുടെ ഫോട്ടോ കണ്ട് കൂടെ തന്നെ അവിടെ ഏതൊരു ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, അവിടെ ക്യാമറയൊക്കെ വെച്ചിട്ട് എന്തൊരു ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഷൂട്ടിംഗ് പ്ലേസ് കൂടിയാണത്. നല്ല കൊള്ളാം, നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ പൗരാണികമായ ഈ നമ്മുടെ ഈ സ്ഥലത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം യന്ത്രസാമഗ്രികളായിട്ടുള്ള സാധനങ്ങളുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ ശ്രമിക്കുന്നുണ്ട് അവർ. അതുകൊണ്ട് തന്നെ ഈ ഓൾഡ് സിറ്റി എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ്. പിന്നെ അല്ല, നമുക്കൊരു വാളുമൊക്കെ എപ്പോഴായാലും ശരിയാണ്, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ അതിനെ കാണുന്നത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം നമ്മളെ കണ്ട നൂതനമായിട്ടുള്ള യന്ത്രം, വളരെ മുകളിൽ നിന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയ യന്ത്രം. Shirvanshahlar state, and the king of the Shirvanshahlar state was living in Shirvanshahlar palace, which is this one. Palace. Shirvanshahlar. Yeah, the king of the Shirvanshahlar state. The construction of palace, this palace. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മിനിയേച്ചർ ബുക്സുകളുടെ സ്റ്റാളിലാണ് വന്നിരിക്കുന്നത്.
ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ബുക്ക് സ്റ്റാളാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇത് നമ്മുടെ സൈലൻസ് എന്നൊക്കെ ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു 2000-ഓളം ബുക്കുകൾ, മിനിയേച്ചർ ബുക്കുകൾ ഇവിടെ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ കാണിച്ചു തരാം. ഇതാ വളരെ ചെറുതായിട്ടുള്ള ബുക്കാണ് കാണുന്നത്. ഏകദേശം തീപ്പെട്ടിക്കൂടും അതിനപ്പുറമുള്ള തീപ്പെട്ടിക്കൂടിൻ്റെ അത്രയൊക്കെയുള്ള ബുക്കുകളൊക്കെയാണ് കാണുന്നത്. വളരെ നൈസായിട്ടുള്ള ചെറിയൊരു ബുക്ക് ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ അതൊരു ബബിൾഗത്തിൻ്റെ പഴയൊരു ബബിൾഗത്തിൻ്റെ പാക്കറ്റില്ലേ, അതിൻ്റെ അത്ര ശരിക്കുള്ളൂ ശരിക്കും അല്ലേ. അതിനേക്കാൾ ചെറുതാണ് ആ ബുക്ക്. ഇതാ ഇവിടെ കാണാം, ഉണ്ടോ എത്ര ചെറുതാണ് ഈ ബുക്ക്. ഞാൻ കുറച്ചുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മിക്കവാറും 1 സെൻറ്റിമീറ്റർ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ കാണുന്നത് ആ നീല ബുക്കിൻ്റെ അടിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ തീപ്പെട്ടിക്കൊണ്ട് അത്രയും വലിപ്പം ശരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് ബുക്കിന് എത്രത്തോളം വലിപ്പമുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. ആ ഓക്കെ. നമ്മുടെ ടീമൊക്കെ ഇവിടെ വന്നിട്ട് ഒരു പ്രതിമയൊക്കെ ഉണ്ട്, അതിനൊപ്പം ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അത് നമ്മുടെ ടീം അംഗങ്ങളാണ് എല്ലാവരും. ഇതാ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ 1 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ബുക്കുകളാണ് ശരിക്കും. ഇത് അത്യാവശ്യം വിസ്താരമുള്ള ലൈബ്രറി ആണെന്നുള്ളത്. ഇത് ചുറ്റി കാണാനായിട്ട് ഒത്തിരി ടൈം എടുക്കും. പുസ്തകത്തോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നതാണ്. ഈ ലൈബ്രറിയിലേക്ക് കയറുന്നതിന് പ്രത്യേകിച്ച് ഫീസോ ചാർജോ ഒന്നും തന്നെ ഇല്ല. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ ലൈബ്രറിയാണ്. അദ്ദേഹമാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ചാർജോ കാര്യങ്ങളോ ഈടാക്കുന്നില്ല. നമ്മളീ കാണുന്ന ബുക്സുകളെല്ലാം തന്നെ പല പല പ്രത്യേകത ഉള്ളത് തന്നെയാണ് പറഞ്ഞാൽ. പക്ഷേ ഞാനിതിനെ ഓടിച്ച് കാണിക്കുന്നതിൻ്റെ പേരിൽ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ പറഞ്ഞാൽ. ഈ ലൈബ്രറിയിലെ ഏറ്റവും സവിശേഷമായൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ ബുക്ക്, അതായത് മൈക്രോ ബുക്ക് ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ ആ മൈക്രോ ബുക്കിനെ കുറിച്ച് ഇവിടുത്തെ സ്റ്റാഫ് നമ്മളോട് വിശദീകരിച്ച് തരും, ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ടൊന്ന് പോവാം. ഓക്കെ. It's the smallest book all over the world. It's from Japan. It has 22 pages. 22 pages. Yes. It says, Name is Flowers of Four Seasons, about seasons. okay, Size is 0.75 millimeter. this is the book. Yes. ഇതാണ് ഏറ്റവും ചെറിയ ബുക്ക് എന്ന് പറയുന്നത്. അത് വായിക്കാനുള്ള ലെൻസാണ്. ഇതാ വൈറ്റ് ഇതിൻ്റെ അകത്ത് കാണുന്നതാണ് ബുക്ക് എന്ന് പറയുന്നത്. ഇതാ ഒരു ചെറിയ ഡോട്ട് കാണുന്നതാണ് ബുക്ക് എന്ന് പറയുന്നത്. നമുക്കത് കാണാനോ സങ്കല്പിക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടാണത്, അത്രയും ചെറിയ ബുക്ക് എന്ന് പറയുന്നത്. മൈക്രോ ബുക്ക്. ലൈബ്രറി മൊത്തമായിട്ട് കണ്ട് ഞങ്ങൾ എല്ലാവരും പുറത്തോട്ടിറങ്ങി. ഇതാണ് ഞങ്ങളുടെ ഹോൾ ടീം ടൂർ പോയത്. അപ്പോൾ ഞങ്ങൾ ലൈബ്രറിയുടെ ഫ്രണ്ടിൽ നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്. ആ കൊടി പിടിച്ച് നിൽക്കുന്നതാണ് ഞങ്ങളുടെ ടൂർ ഗൈഡ്. സിറ്റിയിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊരാളെ കണ്ടുപിടിയാണ്ട. ഇതവിടെ ഒരാളിരിക്കേണ്ട, ഒരു പേർഷ്യൻ ക്യാറ്റ് ഇരിക്കുകയാണ് കേട്ടോ. ഇയാൾ വളരെ ക്യൂട്ടായിട്ടിരിക്കുകയാണ് കേട്ടോ, സുന്ദരക്കുട്ടൻ. ഇയാൾ വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ കണ്ടുപിടിയാണ്. ഇയാളെങ്ങനെ കാണും നമുക്ക് കരുതിയില്ല ഇത്തരത്തിലൊരു ആളുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആൾ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ. അങ്ങനെ ഒരാൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, വേറെ ആളും കൂടി നമ്മുടെ കണ്ടുപിടിക്കണ്ട. ഇതാ ഇവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അതും ഒരു പൂച്ച തന്നെയാണ്. പൂച്ചകളുടെ സങ്കേതമാണ് ശരിക്കും പറഞ്ഞത്. ഇതാ അവിടെ നോക്കുമ്പോണ്ട് വേറൊരാൾ ഇതാ അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം പൂച്ചകളാണ് ഇവിടെ ഉള്ളത്.
ആ പൂച്ച ഇവിടെ ഒരെണ്ണം മാത്രമല്ല, 2 മാത്രമല്ല, ഇവിടെ അധികം പൂച്ചകൾ തന്നെയാണ്. കണ്ടാ ഇവിടെ നമുക്ക് പൂച്ചകൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ കാണാൻ വരിക. കണ്ടാ അപ്പോൾ പൂച്ചകളെ വളർത്തുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നണത്. ഇപ്പോൾ നമുക്കിവിടെ നോക്കുന്ന സമയത്ത് എന്താ കാസ്പിയൻ സീ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ കാസ്പിയൻ സീ ഇതേ അകലേന്ന് അങ്ങനെ തൊട്ട് തീരത്ത് തന്നെ നിൽക്കുന്നത്. കണ്ടോ ഓൾഡ് സിറ്റിയിൽ മൊത്തമായിട്ട് ഇത്തരത്തിലുള്ള ഈ കല്ലുകൾ വിരിച്ചുള്ള റോഡുകൾ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ നടക്കാനുള്ളൊരു വഴിയാണെന്ന് നമ്മൾ കരുതും. പക്ഷേ നടക്കാനുള്ള വഴികളല്ല സത്യത്തിൽ. ഇത് നടക്കാൻ പറ്റും, അതല്ല, ഇതിൻ്റെ അതുകൂടി വാഹനങ്ങളും പോകാറുണ്ട്. ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വാഹനങ്ങളൊക്കെ ഇതിലേക്ക് കൂടി ഇങ്ങനെ പോകാറുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ഒരു പരിചയമില്ലാത്ത ഇതുകൊണ്ടായിരിക്കുള്ളൂ നമുക്കങ്ങനെ തീർച്ചയായിട്ടും തോന്നുക. ഇതാ കണ്ടോ ഇവിടെ നിന്നൊരു വാഹനം അവിടെ നിന്ന് വരുന്നുണ്ടോ, ഒരു ബെൻസ് കാർ വരുന്നുണ്ട്. കണ്ടോ ഇതെല്ലായിടത്തും വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോഴേ നമുക്ക് ഇഷ്ടംപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കാണാൻ പറ്റും. കണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു റോഡാണ് ശരിക്കും പറഞ്ഞാൽ. ഈ റോഡ് പറഞ്ഞാൽ കല്ലുകൾ വിരിച്ചുള്ള നല്ല ഭംഗിയായിട്ട് വൃത്തിയിലാണ് ഈ സാധനം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടീമാണ് ഫ്രണ്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു റെസ്റ്റോറൻ്റാണ്. പണ്ടത് കർവാൻസായി എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. അതായത് ട്രേഡേഴ്സ്, കച്ചവടക്കാരും മറ്റുള്ളവരും താമസിക്കുകയും അല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു സ്ഥലം കൂടിയായിരുന്നു ഇത്. നമ്മൾ അതിനെ കർവാൻസായി എന്നാണ് ഇതിനെ പറയുക. എന്നാൽ ഇന്നിപ്പോൾ ഇതൊരു ഇവിടെ 4ഓളം കർവാൻസായികളുണ്ട്. എന്നാൽ അതിനകത്തൊരു കർവാൻസായിയാണ് ഈ കാണുന്നത്. പക്ഷേ ഇതിപ്പോൾ ഒരു റെസ്റ്റോറൻ്റാക്കി മാറ്റിയൊക്കെയാണ്. ഇതാ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബോർഡുണ്ട്, സ്മോൾ കർവാൻസായി എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കർവാൻസായിയുടെ എൻട്രൻസ് ആണ് ആ കാണുന്നത്. അപ്പോൾ ഓൾഡ് സിറ്റി കാണാൻ നല്ല കാറ്റ് കൊണ്ടുകൊണ്ടാ. ഇവിടെ നല്ല കാറ്റ് പോന്ന് നമ്മുടെ ഓൾഡ് സിറ്റി കാണാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ നമ്മുടെ വേറെയുണ്ട്. ഇവിടെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്നില്ല, അതായത് ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ 1 മനാത്ത് കൊടുക്കണം. ഈ 1 മനാത്ത് എന്ന് പറയണത് സത്യത്തിൽ 42 രൂപ അല്ല, 48 രൂപയാണ് നമ്മുടെ കറൻസി. നമ്മൾ 52 രൂപ നമ്മൾ എക്സ്ചേഞ്ച് വാങ്ങിക്കുന്നത്. അപ്പോൾ 52 രൂപ ഒന്ന് മൂത്രമൊഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കയറിക്കുന്ന ഒരു പഴയ റെസ്റ്റോറൻറ്റിലേക്കാണ് കയറിയേക്കുന്നത്. കേട്ടോ ഇതൊരിടത്തൊരു റെസ്റ്റോറൻ്റാണ്. ഇതവിടെ കാണിച്ചു തരാം. താഴെ ഇങ്ങനെ കുറേ സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ചുറ്റിക്കറങ്ങി വരാൻ പറ്റും. ഇതിലിങ്ങനെ ഈ റെസ്റ്റോറൻറ്റ് മൊത്തമായിട്ട് ചുറ്റിക്കറങ്ങി വരാൻ പറ്റും. താഴെ ഏരിയ ഞാൻ കാണിച്ചു തരാം. താഴെയായിട്ട് നന്നായിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഇന്ന് കഴിക്കാവുന്ന രീതിയിലൊക്കെ സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കെൻ്റെ ചുറ്റും നടന്നത് കാണാം. കണ്ടോ, അത് വളരെ മനോഹരമായിട്ട് നമുക്ക് ഈ ബാൽക്കണിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം നന്നായിട്ട് കഴിക്കാൻ പറ്റും. മനോഹരമാണ് സംഭവം. ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇവിടെ. നേരെ ഓപ്പോസിറ്റ് എത്തിയതിൻ്റെ നേരത്തെ കണ്ട നമ്മൾ കയറിയ വഴിയാണ്. അവിടെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഇഷ്ടം പോലെ നിൽക്കണ്ടോ. മുകളിലിങ്ങനെ ഒരു റൂഫിങ് അടിച്ചിട്ടുണ്ട്. ഇതോ മഴയും വരുന്നും കൊള്ളില്ല. ഇതാണ് ചുറ്റിക്കറങ്ങി വരാം. ഞാൻ താഴേക്കുള്ളൊരു വഴി ഞാൻ കാണിച്ചു തരാം. ഇത് താഴേക്കുള്ള വഴിയാണ്. ഒരു ഗുഹ പോലെ താഴേക്കുള്ള വഴി കണ്ടോ. താഴേക്ക് ഞാൻ ഇറങ്ങാട്ട് ഗുഹ പോലെയുള്ള വഴിയാണ്. ഇതൊക്കെ നമ്മുടെ ടീംസാണ് എല്ലാവരും. ഇതാ ഇവിടെയും ചെറിയൊരു ഏരിയയൊക്കെ എല്ലായിടത്തും മിക്കവാറും റൂമുകളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ഇതും റൂമുകളും ഭക്ഷണം കഴിക്കാനുള്ള
റൂമുകളാണ്. വളരെ ഇതിന് ചുറ്റും റൂമുകൾ തന്നെയാണ് എല്ലാം. ഇവിടെ ഹുക്കൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഓൾഡ് സിറ്റിയിലെ മെയ്ഡൻ ടവറാണത് ഈ കാണുന്നത്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വഴിയിൽ ഇഷ്ടംപോലെ ഇങ്ങനെ സംഗീതം പൊഴിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ഇങ്ങനെ പാട്ട് പാടുകയും അവരൊരു വരുമാന മാർഗമായിട്ട് നേടുന്ന രീതിയാണത്. നമ്മൾ നേരത്തെ കണ്ട കർവാസായിൽ 4 കർവാസായ ഉണ്ടായിരുന്നത്. അതിനകത്ത് 2 കർവാസായാണ് ഈ കാണുന്നത്. ഇതും ലെഫ്റ്റും റൈറ്റായിട്ടും കാണുന്നത്. ഇതിനകത്ത് രണ്ടും ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്നത് റെസ്റ്റോറൻ്റായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ അതിനുള്ളിൽ കയറാൻ പറ്റില്ല. ഇവിടെ വഴിയിൽ ഇഷ്ടം പോലെ പഴയ സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അതായത് ഇതേപോലെ ഇതൊക്കെ കാർപ്പറ്റ്, ഷോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എന്തായാലും നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൂത്രം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ 52 രൂപ കൊടുക്കണമെന്നുള്ളതാണ് ഒരവസ്ഥ. അതേപോലെ തന്നെ ഇഷ്ടംപോലെ ശില്പങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. കണ്ടോ, കുറേ പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ വേറൊരാളും കൂടെ കണ്ട്. ഈ ആളല്ല, ഈ മാസ്ക് വെച്ച ആളല്ല, ഇദ്ദേഹം ഉണ്ട്. അങ്ങനെ ശില്പങ്ങളുണ്ട് ഇവിടെ. മിക്കവാറും നമ്മളുടെ ഓൾഡ് ടൗൺ ടൂർ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. എന്താ അവിടെ കാണാൻ പറ്റുന്നത്? പോലീസിൻ്റെ വണ്ടിയുണ്ടോ? അവിടെ ഞാൻ കാണിച്ചു തരാം. പോലീസിൻ്റെ വണ്ടി. അടുത്ത പോലീസിന് നമ്മളടുത്ത സ്പെല്ലിങ് POLICE ആണെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ POLIS പോലീസ് ആണോ? ഇതാണ് ഞങ്ങളുടെ ടൂർ ഗൈഡ് ലൈല ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ സ്ഥാപനം കാണാൻ പറ്റും. നമുക്കിവിടെ പാട്ടുപാടിയൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന കച്ചവടക്കാരെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇവര് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടി ഡാൻസ് അങ്ങനെയൊക്കെയുള്ള പ്രത്യേക വേഷം ധരിച്ചൊക്കെ ഇരിക്കുകയാണ് ഇവിടെ. എല്ലാം കിട്ടും. ഇതാണ് ഡബിൾ ഗേറ്റ്. നമ്മുടെ ഓൾഡ് സിറ്റി ടൂറ് അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് നമ്മുടെ ഓൾഡ് സിറ്റിയിലേക്കുള്ള എൻട്രൻസും എല്ലാം ഇവിടെ നിന്ന്. പക്ഷെ നമ്മൾ കയറിയത് വേറെ സ്ഥലത്തുനിന്നായിരുന്നു. ഈ ഓൾഡ് സിറ്റിയുടെ എല്ലാ ഭാഗത്തുനിന്നുള്ള ഗേറ്റ് ഇതാ ഇവിടെ നിന്ന് തുടങ്ങിയിട്ടും വോള് ആറ്റം തുടങ്ങി ഈ അറ്റം വരെ വോള് കണ്ടോ ഇങ്ങനെ കാണാൻ പറ്റും. അതിൻ്റെ മധ്യത്തിലായിട്ട് നമുക്ക് ഗേറ്റിങ് കാണാൻ പറ്റും. വണ്ടികളൊക്കെ കയറി വരുന്നുണ്ട്. കണ്ടോ, ഓൾഡ് സിറ്റി ടൂർ ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഷോപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് കുറേ ഇങ്ങനെ ബാഗുകളൊക്കെ ആണ്, തുണി കൊണ്ടുള്ള ജൂട്ട് കൊണ്ടുള്ള ബാഗുകളൊക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും. കണ്ടോ, ഇതൊക്കെ നമ്മുടെ അവിടെയും കിട്ടും കേട്ടോ. നമ്മുടെ കൊച്ചിയിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സാധനം തന്നെയാണ്. കണ്ടോ, ഈ സാധനങ്ങളൊക്കെ കൊച്ചിയിലും കിട്ടും നമുക്ക്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ വാങ്ങി. ഇതിൻ്റെ വിലയൊക്കെ എത്ര ഞാൻ ചോദിച്ചിട്ടില്ല. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട് അവിടെ ചെറായിൽ AB ഫാഷൻ എന്നുണ്ട്. അവിടെയും കിട്ടും ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അടുത്ത ആൾക്കാരങ്ങനെ ഞങ്ങളുടെ അവിടെ നിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാം കേട്ടോ.
അപ്പോൾ നമുക്ക് ഈ ഷോപ്പിനുള്ളിലേക്കൊന്ന് കടന്നു നോക്കാൻ നോക്കില്ല. ഈ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഷോപ്പല്ല, ഇതിനുള്ളിൽ തന്നെ പല പല റൂമുകളുണ്ട്. ആ റൂമുകളിൽ പല പല വ്യക്തികൾ പല പല സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട്. ഈ സാധനങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതല്ല. അസർബൈജാൻ്റെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ഓയിൽ ആൻഡ് ഗ്യാസാണ്. ഈ സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ നിന്നല്ല പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വില കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ മണി കൺവേർട്ട് ചെയ്യുന്ന സമയത്തുള്ള വ്യത്യാസം കൂടി നമുക്കിവിടെ ഫീൽ ചെയ്യും, ആ വിലയിൽ ഫീൽ ചെയ്യുന്നതാണ്. പിന്നെ അസർബൈജാനിൽ ബാക്കു അല്ലെങ്കിൽ ഈ ഓൾഡ് സിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. പക്ഷേ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണെങ്കിൽ കൂടിയും ഇത് ഒരിക്കലും സംരക്ഷിത പ്രദേശമായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടില്ല. ഇവിടെ ജനങ്ങൾ സാധാരണഗതിയിൽ ജീവിക്കുകയും അവരുടെ വീടുകളും എല്ലാം ഉണ്ട്, കച്ചവടം ചെയ്യുന്നുള്ളൂ. കൂടാതെ തന്നെ ഇത് യുനെസ്കോയിൽ ലോക പൈതൃക സ്ഥാനങ്ങളുടെ പട്ടികയിൽ സ്ഥലം പിടിച്ചൊരിടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് ചരിത്രപ്രധാനമായ വലിയ പ്രാധാന്യമുള്ളത്. എന്തായാലും നമ്മളുടെ അസർബൈജാൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ അസർബൈജാനിൽ പോയിട്ട് ഇനിയും വീഡിയോസ് പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹോട്ടൽ റിവ്യൂ വീഡിയോസ്, പിന്നെ അതേപോലെ തന്നെ മറ്റ് അസർബൈജാൻ്റെ ഓരോരോ ദിവസങ്ങളിൽ പോയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയും വേറെ ഇടാനുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസൊക്കെ കാണാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടാതെ തന്നെ അസർബൈജാൻ്റെ ഈ ഓൾഡ് സിറ്റി എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അസർബൈജാൻ്റെ മറ്റൊരു വീഡിയോ, മറ്റ് സ്ഥലങ്ങളുടെ, നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളുടെ വീഡിയോ ആയിട്ട് പിന്നീട് വരാം. ഓക്കെ, ബൈ ബൈ.